മെഡിക്കൽ വിദ്യാർത്ഥിനിയെ വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. 4 യുവാക്കൾ കസ്റ്റഡിയിൽ. പത്രം വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. 4 യുവാക്കൾ കസ്റ്റഡിയിൽ. പത്രം മെഡിക്കൽ വിദ്യാർത്ഥിനിയെ വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. 4 യുവാക്കൾ കസ്റ്റഡിയിൽ. ചൂടുള്ള വാർത്ത തിരിച്ചടി പത്രത്തിൽ ചൂടുള്ള വാർത്ത. എത്രയായി? 35 രൂപ. അത് എവിടത്തെ കണക്കാടോ? ഒരു കോട്ടൺ 20 രൂപയല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഒരു ക്വാർട്ടർ മേടിച്ചടിച്ചേച്ച് ഇങ്ങോട്ട് നടന്നാ മതിയായിരുന്നല്ലോ. ഞാൻ ആരാണെന്ന് അറിയാമോ? തിരിച്ചടി പീതാംബരൻ, പത്രക്കാരൻ തിരിച്ചടി പീതാംബരൻ. സ്വന്തം പത്രം സ്വന്തം കൈയുണ്ട് ഇത് സ്വന്തമായി അച്ചടിച്ച് സ്വന്തമായി വിതരണം നടത്തുന്ന ഏക പത്രാധിപൻ. അപ്പൊ വായിക്കുന്നതും ഈ ഏക പത്രാധിപർ തന്നെ ആയിരിക്കും. വണ്ടി കച്ചത്തെന്ന് പറഞ്ഞ 35. 36 ഉണ്ട്. പൊയ്ക്കോ, ചെല്ല്. അണ്ണാ, ഈ വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത പെൺകുട്ടിയുടെ വീട് ഏതാ? ഈ വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത പെൺകുട്ടിയുടെ വീട് ഏതാണെന്ന്? താനാരാ? പത്രാധിപൻ തിരിച്ചടി പീതാംബരൻ. തനിക്കിപ്പോ എന്താ വേണ്ടേ? എല്ലാരും കൂടി ആ പെൺകുട്ടി ചതിച്ചില്ലേ? ഇനി തനിക്ക് എന്താ എഴുതാനുള്ളേ? അങ്ങനെ പറയരുത്. ആ പെൺകുട്ടിയെ എല്ലാരും കൂടി ചതിച്ചതാ. കൊടും ചതി. ആ ചതിയുടെ കഥ ഈ പത്രത്തിലുണ്ട്. പത്രത്തിൽ നോക്ക്. എടോ, തന്റെ അടുത്ത് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പൊക്കോളാം. പക്ഷെ ഒന്നോർത്തോ, പണ്ടൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, ഇപ്പൊ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി. വിടില്ല, ഞാൻ ഒരെണ്ണത്തിനെ ഞാൻ വിടില്ല. എല്ലാം ഈ പത്രം കൊണ്ട് ഞാൻ പൊക്കിയെടുക്കും. അറിയാമോ? அண்ணா, இவருங்களை பார்க்க வந்திருக்க. നമസ്കാരം. ഞാൻ ഗോവിന്ദപിള്ള, കേസരി ഗോവിന്ദപിള്ള എന്ന് അറിയപ്പെടുന്നത്. ഇരുന്നാട്ടെ. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഒന്ന് വന്ന് കാണണമെന്ന് വിചാരിച്ചതാ. പിന്നെ തീരുമാനിച്ചു സാവകാശമായിക്കോട്ടെ എന്ന്. കഴിഞ്ഞ 8-10 ദിവസമായിട്ട് ആ കുട്ടിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു മനസ്സിൽ. 1-2 ആഴ്ച മുമ്പ് തലക്കുളം ക്ഷേത്രത്തിൽ വെച്ച് ആ കുട്ടിയെ ഞാൻ കണ്ടിരുന്നു. അന്ന് കുടുംബത്തെ പറ്റി കുറച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തു. ഹൗസ് സർജൻസി വരെ എത്തിയ ഒരു കുട്ടിയെക്കുറിച്ച് ഇങ്ങനൊരു വാർത്ത കണ്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നുമില്ല. വാർത്താ മാധ്യമങ്ങളൊക്കെ കൊട്ടിക്കോഴിച്ച് ഓരോന്നെഴുതിയപ്പോ സത്യം മാത്രം എഴുതിയ ഒരു പത്രം ഞാൻ കണ്ടു. ഇതിലാ വാർത്തയുണ്ട്. അത്ര പ്രചാരമുള്ള പത്രമൊന്നുമല്ല, പക്ഷെ ഈ വാർത്തയാണ് സത്യം എന്ന് മനസ്സ് പറയുന്നു. പിടിക്കപ്പെട്ട സ്ഥലത്ത് ഈ പത്രക്കാരൻ ഉണ്ടായിരുന്നത്രേ. ഈ പറഞ്ഞു കേട്ടൊന്നും സത്യമല്ലാന്ന് കുട്ടി ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആര് വിശ്വസിക്കാൻ? അയ്യരേ, ആര് വിശ്വസിച്ചില്ലെങ്കിലും ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാനാ. എന്തായാലും നടന്നു. ഇനി ആ കുട്ടിയുടെ ഭാവി എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അന്വേഷിക്കാനും ആശ്വസിപ്പിക്കാനും വന്നവർക്കൊക്കെ ചോദിക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ സംഭവിച്ചേ, എങ്ങനെയാ സംഭവിച്ചേ, അതുമാത്രം. ഇനി എങ്ങനെയാന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അന്ന് കുട്ടിയുമായി സംസാരിച്ചപ്പോൾ എൻ്റെ മകനും കൂടെ ഉണ്ടായിരുന്നു. വയസ്സ് 10-32 ആയിട്ടും ഇതുവരെ വിവാഹിതനായിട്ടില്ല. ഒരു നേർച്ചയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്നത്. കുട്ടിയെ കണ്ട് സംസാരിച്ചപ്പോൾ മനസ്സിലൊരു ആശ തോന്നി. പക്ഷേ ബ്രാഹ്മണക്കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ പിന്തിരിയല്ലേ മാർക്കുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഈ അവസ്ഥയിൽ ഒരു കല്യാണത്തെക്കുറിച്ച് ആലോചിക്കണം. ഇപ്പൊ തന്നെ ആലോചിക്കേണ്ടത്. മാത്രവുമല്ല,
മുടങ്ങിക്കിടന്ന ആ കുട്ടിയുടെ പഠിത്തം അവസാനിപ്പിക്കണമെന്നാണോ? അതാവില്ലേ ആ കുട്ടിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത? പക്ഷേ സുകന്യ സമ്മതിക്കില്ല എന്നല്ലേ? സമ്മതിപ്പിക്കണം. ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി ഒരുപാട് ബാക്കിയുണ്ട്. അത് മറക്കരുത്. സുകന്യ, ഓൻ നിലമേ അപ്പാவுக்கு நல்லா தெரியும். ஆனா ജീവിതകാലം മുഴുവൻ இப்படி இருக்கலாம்னு நினைச்சா அது அப்பாவுக்கு தாங்க முடியாதம்மா. உயிரோடு இருக்கும் வரை அப்பா உனக்கு துணையாயிடும். அதுக்கப்புறம் வேண்ட கண்ணா, இப்படி ஒரு முடிவு வேண்டாம். எனக்கு நஷ்டமாயது என் பையன். நீ எனக்கு பிறந்த பொண்ணு மாதிரி. அதனால தான் சொல்றேன். அப்பா சொன்னது நீ கேளம்மா. சத்தியம் நமக்கு தான் தெரியும். மற்றவங்கள வாய் மூடி கட்ட முடியுமா? உன் வாழ்க்கையை விளக்கறை இப்படித்தான் மாற்ற முடியும். நீ எடுக்கிற இந்த முடிவிலே கமலா விமலா வாழ்க்கை என்ன ஆக தெரியுமா? நீ அவங்களுக்கு அம்மா மாதிரி. உங்களுக்கு வேண்டித்தான் அப்ப எத்தனை நாள் கஷ்டப்பட்டது. உன்னை கையெடுத்து கும்பிடுறே கண்ணா. உன்னால உன் தங்கச்சி மாற வாழ்க்கை கெடுத்திடாது.